Hey guys, welcome to another video. ഞാൻ ഇന്നൊരു സ്വീറ്റ് കോൺ ചിക്കൻ ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടത് വന്നേ. ഈ സ്നാക്ക് തിന്നുമ്പോൾ നമുക്കൊരു വൈറ്റ് സോസിൽ ഉണ്ടാക്കിയ ചിക്കൻ പാസ്തയിൽ തിന്നുന്ന പോലത്തെ ഒരു ടേസ്റ്റാണ് നമുക്ക് തോന്നുക. കുട്ടികൾക്കെല്ലാം എന്തായാലും ഇഷ്ടമാവും ഇതിൻ്റെ ടേസ്റ്റ്. കീപ് വാച്ചിങ് ഗൈസ്. ചിക്കൻ ബോൾസ് ആകുമ്പോൾ ചിക്കൻ എന്തായാലും വേണം. അപ്പോൾ ഞാനിവിടെ 4 വലിയ പീസ് ബോണുള്ള ചിക്കൻ തന്നെയാണ് എടുത്തത്. ഇനി അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക്, 3-4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടി പേസ്റ്റ് ആക്കണം. ഈ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ചിക്കനിലിട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് പെപ്പർ പൗഡർ, ഇതെല്ലാം കൂടി ചിക്കനിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിലോ ബട്ടറോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും ഒരുപോലെ മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡിലും ഒരേപോലെ ചിക്കൻ കുക്കായി ഫ്രൈ ആക്കി എടുക്കണം. ഫ്രൈ ചെയ്ത ചിക്കൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി അത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അതിൻ്റെ ചൂടെല്ലാം പോയതിന് ശേഷം ഈ ചിക്കൻ നമുക്ക് ചെറിയ പീസസ് ആയിട്ട് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത് ബോണുള്ളതാകുമ്പോൾ അതിൽ നിന്ന് ബോണ് കളഞ്ഞിട്ട് ചിക്കൻ മാത്രമായിട്ട് എടുക്കുക. ഇനി നിങ്ങൾ ബോൺലെസ് ആണ് എടുക്കുന്നതെങ്കിലും ഇതുപോലെ കൈനോട് പൊട്ടിച്ചിട്ടിട്ട് ചിക്കൻ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റി ഗ്രൈൻഡ് ചെയ്യുന്നതിനേക്കാളും. പിന്നെ വേണ്ടത് ഒരു 1/2 ഗ്ലാസ് പാലാണ്. ഇനി ഈ പാലിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ടെടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടറോ ഓയിലോ ഇട്ടെടുക്കുക. ബട്ടർ അത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവാം. ഞാനിവിടെ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത പാൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വാഷ് ചെയ്യണമെന്ന് നിന്നിട്ടില്ല. അതിൽ തന്നെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളീൻ്റെ കളർ കുറച്ചൊന്ന് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ കോൺഫ്ലോർ മിക്സ് ചെയ്ത പാലൊഴിച്ച് നല്ലോണം ഇളക്കി അത് നല്ലൊരു തിക്ക് പേസ്റ്റ് ആകുന്നത് വരെ നല്ലോണം ഇളക്കി കൊടുക്കുക. ഫ്ലെയിം നല്ലോണം കുറക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുത്ത് ഒരു തിക്ക് പേസ്റ്റ് ആവും. പേസ്റ്റ് ആകുന്നത് വരെ അധികം കട്ട പിടിക്കാണ്ട് നല്ല വൃത്തിയിൽ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ല പേസ്റ്റ് ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് സ്വീറ്റ് കോണും ക്യാപ്സിക്കും ആഡ് ചെയ്യണം. ഞാനിവിടെ ഫ്രോസൺ സ്വീറ്റ് കോൺ എടുത്ത് അതുപോലെ ക്യാപ്സിക്കും ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടാം. പിന്നെ കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, അതും നിങ്ങൾ എരിവിനനുസരിച്ച് കുറച്ച് അധികം ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ പൊട്ടിച്ച് വെച്ച ചിക്കൻ, ഷ്രെഡഡ് ചിക്കൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ചിക്കൻ മിക്സ് ചെയ്തതിന് ശേഷം ഇത് കൺസിസ്റ്റൻസി കുറച്ച് ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ടീസ്പൂണും കൂടെ കോൺഫ്ലോർ മേലെ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒരു കുറച്ച് കട്ടിയിലുള്ള ഒരു പേസ്റ്റ് പോലത്തെ ഒരു മിക്സായിട്ട് നമുക്ക് കിട്ടും. ഇതാണ് നമുക്കിനി വേണ്ട ഫൈനൽ മിക്സ്ചർ. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഏകദേശം ചൂടെല്ലാം പോയി കഴിഞ്ഞാൽ ഇനിയുള്ള പണി ഇതിനെ ബോൾസാക്കി എടുക്കലാണ്. അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി ഞാൻ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസ് ആഡ് ചെയ്താൽ ഇത് കുറച്ചും കൂടി ക്രീമി ആൻഡ് ടേസ്റ്റി ആവും. ഇനി അതിൽ നിന്ന് ചെറിയ എമൗണ്ട് എടുത്തിട്ട് നല്ല ചെറിയ സൈസിലുള്ള ബോൾസ് ആക്കി എടുക്കണം. ഇത് കുറച്ചിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ തോന്നും, പക്ഷെ അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ടേ. ബോളാക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ബോളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇനി ഇൻ കേസ് ബോൾ എടുക്കുമ്പോൾ കുറച്ച് നല്ലവണ്ണം കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ കയ്യിലാക്കി കൊടുത്തിട്ട് പിന്നെ ബോൾസ് ആക്കി എടുത്താൽ മതി. അപ്പോൾ ഈസി ആയിട്ട് ബോളാക്കി കിട്ടും. നമുക്ക് ആവശ്യമുള്ള ബോൾസ് എല്ലാം റെഡിയായി. ഇനി ഇതിനൊരു കോട്ടിങ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഞാൻ ഒരു 2 ടീസ്പൂൺ
കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് ആക്കി എടുത്തു. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസ് കൂടെ വേണം. അങ്ങനെ ഓരോ ബോൾസ് ആയിട്ട് ആദ്യം കോൺഫ്ലവർ മിക്സിലിട്ട് കൊടുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിലിട്ട് റോൾ ചെയ്ത് നല്ലൊരു കോട്ടിങ് കൊടുക്കുക. എല്ലാ ബോൾസിനും ഒരേപോലെ കോട്ടിങ് കൊടുക്കണം. ഇനി ഒരു പ്രാവശ്യം കോട്ടിങ് കൊടുത്തിട്ട് ശരിയായിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ രണ്ടാമത് ഒന്നുകൂടെ കോൺഫ്ലവറിലും ഈ ബ്രെഡ് ക്രംസിലും മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി തിക്കായിട്ട് കോട്ടിങ് കൊടുത്താൽ മതി. ഇനി ലാസ്റ്റ് ആയിട്ടുള്ള പണിയാണ് ചിക്കൻ ബോൾസ് എല്ലാം ഫ്രൈ ചെയ്തെടുക്കില്ല. അതിന് വേണ്ടി നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഓരോ ബോൾസ് ആയിട്ട് ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡിലും ഒരേപോലെ ഗോൾഡൻ ബ്രൗൺ കളറാക്കി മറിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ സ്വീറ്റ് കോൺ ചിക്കൻ ബോൾസ് റെഡിയായി. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. സിമ്പിൾ റെസിപ്പി അല്ലേ, എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.